കുട്ടിക്ക് ഹൃദയകുമാരി എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇഷ്ടം കുമാരി എന്ന് വിളിക്കുന്ന അത്രേ. വേണ്ട, പേരിലെങ്കിലും ഒരു ഹൃദയമുള്ളത് നല്ലതാ. ഇപ്പോഴത്തെ കാലത്ത് ഹൃദയമുള്ള ഒരൊറ്റ മനുഷ്യനെയും കാണാനേ ഇല്ല. ഹൃദയകുമാരി, ഇതെന്താ നീ കട്ടിലിന്റെ അടിയില്? എന്റെ കാതിലെ കമ്മലേ ആരോ നുള്ളി എടുത്തതുപോലെ താഴ്ത്തു വീണു. ഞാനത് തിരയായിരുന്നു. ദേ കിട്ടി. ഇവിടെ രാത്രിയിൽ എപ്പോഴും പാലാ? ഹോ, ഭയങ്കര മധുരം. ചില നേരത്തെ അവള് നമ്മളെ പോലെ അല്പസ്വല്പം വട്ട് കളിച്ചെന്ന് വരും. എനിക്ക് തോന്നിയതാണ്, അത് സത്യമാവണമെന്നില്ല. 40 ദിവസം പാടിയാ മതിയെന്ന് പറഞ്ഞിട്ടാ ഞാനിത് തുടങ്ങിയത്. മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞല്ലോ. വല്ല രക്ഷയുണ്ടോ പങ്കജം? ഇങ്ങനെ പോയാ ഒന്നുകിൽ നീ പ്രസവിക്കും, അല്ലെങ്കിൽ ഞാൻ പാടി പാടി ഒരു യേശുവാസാവും. പുതുപ്പെണ്ണിനെ പുറത്തേക്ക് കണ്ടില്ലല്ലോ, എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു. കുറെ കാലം കഴിഞ്ഞാൽ സുധാകരനും ഇങ്ങനെ പാടേണ്ട ഗതികേട് വരുമ്പോ താനെ എണീറ്റോളും. എന്താ ചിന്നമ്മാളൂ നീ കാണിക്കുന്നത്? നേരെ ഒരുപാടായില്ലേ? ഇന്നലെ ഉറങ്ങാൻ കിടന്നവർ ഇനി എഴുന്നേറ്റില്ല എന്ന് കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. പണിക്കരി സാറായിരിക്കും. ഹലോ ഹലോ ഹലോ. അയ്യോ, ഇതെവിടെ പോയി? ഇതെങ്ങനെ കട്ടിലിന്റെ അടിയിലെത്തി? നീ എങ്ങനെ ഇതിന്റെ മുകളിലെത്തി? ചിന്നമാളുവേ, രണ്ടും എണീറ്റെന്നാ തോന്നുന്നേ. കാപ്പിയെട്. 1 2 3 4 5 6 7 8 9 10. അയ്യോ, ഈ വീടിന് എന്തോ ലക്ഷണക്കേടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ 11 പെട്ടി നിറച്ച സാധനങ്ങൾ കൊണ്ടുവന്നതാ. ഇപ്പൊ 10 എണ്ണേ കാണുന്നുള്ളൂ, ഒരെണ്ണം കാണുന്നില്ല. എന്റെ ജീവന്റെ ജീവനായ സാധനങ്ങളാ ഞാൻ അതിനകത്ത് എടുത്തു വെച്ചത്. എനിക്കത് കിട്ടാൻ ഞാൻ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഒന്നും കഴിക്കാനും പറ്റില്ല. സുധാരേട്ടാ, ഞാനത് എവിടെയാ തരേണ്ടത്? നീ ബഹളം വെക്കാതിരിക്കെ, നമുക്കത് കണ്ടുപിടിക്കാം. ഇതിനകത്ത് നീ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പെട്ടി എവിടെയും പോവില്ല. ഞാനല്ലേ പറയുന്നത്. അത് ഞാൻ ഇതിനകത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. എന്നാൽ അത് ഇതിനകത്ത് തന്നെ കാണും. ജീവന്റെ ജീവനായിട്ടുള്ള സാധനങ്ങൾ ഒരു പെട്ടിയിൽ വെച്ച് പൂട്ടാതെ പല പല പെട്ടികളായിട്ട് വെച്ചുകൂടായിരുന്നോ? എന്നാൽ അതിങ്ങനെ ഒറ്റയ്ക്ക് കാണാതാവുമായിരുന്നോ? അപ്പൊ എന്റെ പെട്ടി കാണാതായതിന് സുധാകരേട്ടന് ഒരു വിഷമവും ഇല്ലേ? പിന്നെ വിഷമം ഇല്ലാതിരിക്കോ? നിന്റെ വിഷമം ഇപ്പൊ എന്റെയും വിഷമ. നിന്റെ പെട്ടി എന്റെയും പെട്ടിയല്ലേ? നിന്റെ ജീവന്റെ ജീവനായ സാധനങ്ങൾ എന്റെയും ജീവന്റെ ജീവനായ സാധനങ്ങളാ. പക്ഷേ അതിനിങ്ങനെ ബഹളം വെക്കരുത്. എന്റെ അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്, എന്റെ അച്ഛന്റെ ഹാർട്ടും വീക്കാ. ആ പെട്ടി കിട്ടിയില്ലെങ്കിൽ എന്റെ ഹാർട്ടും വീക്കാവും. എന്റെ ഹാർട്ട് വീക്കാവുന്നതിൽ സുധാകരേട്ടന് ദുഃഖം ഉണ്ടെങ്കിൽ ആ പെട്ടി കണ്ടുപിടിച്ചതാ. തീരാറായെങ്കിൽ ബാക്കി ഞാൻ ചെയ്തോളാം. പുഷ്കലാക്ഷിക്ക് ഇന്ന് ലീവ്. ഞങ്ങൾക്ക് ഹൃദയകുമാരിയുടെ വീട് വരെ ഒന്ന് പോണം. ഇന്നിവിടെ ചോറും കറിയൊന്നും വെക്കണ്ടെന്നാ തീരുമാനം. എനിക്കങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഒരു പണിയില്ല. എന്നാ ഒരു കാര്യം ചെയ്, പോയി ഒരു സിനിമ കണ്ടേച്ചു വാ. കുട്ടിയുടെ പെട്ടി എന്തോ കാണാനില്ലെന്ന് തോന്നുന്നു, അതായി ബഹളം. ഇനിയിപ്പൊ കാണാതായ സ്ഥിതിക്ക് അതിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ. ടീച്ചർ ഒരു പാവ, ആരോട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. അതുകൊണ്ട് പറയാ, ഇപ്പോഴേ അയഞ്ഞു കൊടുത്താല് ഏതൊരു പുത്തൻ പെണ്ണും ഒടുവില് ഭൂമി കുലുക്കും. അണ്ടിയോട് അടുക്കുമ്പോഴറിയാൻ ചിന്നമാളും അമ്മേ മാങ്ങയുടെ പുളി. പുഷ്കലാക്ഷി അമ്മേ, നീ വിഷമിക്കണ്ടടി, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. കാരണം എന്താണെന്നറിയോ? ഈ മാങ്ങയ്ക്ക് അണ്ടിയില്ല. ഇത് കണ്ടോ? 1 2 3. ഈ 10 നീ ഇത് 100ാമത്തെ പ്രാവശ്യമല്ലേ എണ്ണുന്നത്. ഇത്ര വിഷമിക്കാൻ കാണാതായ ആ പെട്ടിയിൽ എന്താണെന്നെങ്കിലും നിനക്ക് പറഞ്ഞൂടെ? എന്റെ കോടിക്കണക്കിന് ഉറുപ്പിയാ. എന്താ ഉണ്ടാക്കി തരാൻ പറ്റുമോ? എടീ, നമ്മുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചിട്ട് പോയത് പോട്ടേന്ന്. ഹൃദയകുമാരിക്ക് നഷ്ടപ്പെട്ടാൽ എന്താ അല്ലേ? അങ്ങനെ ഇപ്പൊ ഞാൻ ആർക്കും താണു കൊടുക്കുന്നില്ല. അതാരോ മനഃപൂർവ്വം തട്ടിയെടുത്തതാ. പണിക്കരിയേട്ടൻ ഈ വഴി വന്നത് നന്നായി. ഞാൻ ഇപ്പൊ അമ്പലത്തിൽ നിന്ന് വന്നേ ഉള്ളൂ. എല്ലാം മംഗളാവാൻ വേണ്ടി
സുധാകരന്റെയും ഹൃദയകുമാരുടെയും പേർക്കൊരു അർച്ചന നടത്തി. ഞാനിത്തിരി പായസം എടുത്താലോ? എനിക്ക് മധുരം കഴിക്കാൻ പാടില്ല ഭവാനി. അതുകൊണ്ടല്ലേ പണ്ടത്തെ പോലെ മധുരം കലർത്തി നിന്നോട് സംസാരിക്കാൻ സാധിക്കാത്തത്. ഞാൻ ഒന്നേ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഭവാനി. ദൈവം നമ്മളെ രണ്ടാളെയും ജീവിതത്തിന്റെ ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കൊണ്ടുപോയി നിർത്തിക്കളഞ്ഞു. അവിടെ നിന്നുകൊണ്ട് നീ തനിച്ചായപ്പോ നിന്റെ മകൾക്ക് നല്ലൊരു ഭാവി എന്നാ കഴിയാവുന്നത് സാധിപ്പിച്ചു തരിക. അത് ഞാൻ സാധിപ്പിച്ചു. അതിന് പണിക്കരിയേട്ടനോട് എനിക്ക് നന്ദിയുണ്ട്. മുതലാളി, മുതലാളി, എന്തൊരു കഷ്ടാണ് ഭവാനി നീ ചെയ്തത്. എന്തേ? എല്ലാം കൂടി ഒന്നായി തലയിൽ കെട്ടിവെച്ച് അവൾ അങ്ങോട്ട് പറഞ്ഞേക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? 11 പെട്ടിയുള്ളതില് ഒരെണ്ണം കാണാനില്ലെന്നും പറഞ്ഞ് അവളവിടെ വെടിക്കെട്ട് തുടങ്ങിയത്രേ. സാധയുടെ മറന്നു വെച്ചാണെന്ന് അറിയാൻ സുധാര ആളെ വിട്ടിരിക്കുക. നേരാ, 11 അവള് തന്നെ പാക്ക് ചെയ്തത്. ഇനി 10 അവള് കൊണ്ടുപോയിട്ടുള്ളോ? എന്തായി ഇമ്പിച്ചു പോയ പ്രശ്നം? ആ വീട്ടിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ആ വീട്ടിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ലല്ലോ. അതെന്നെ പ്രശ്നം. എന്തായി, കിട്ടിയോ? കിട്ടിയിട്ടില്ല പങ്കജം. അവളുടെ കല്യാണത്തിൽ ധരിക്കാതിരുന്ന ആഭരണങ്ങളായിരിക്കും അതില്. പിന്നെ അവൾക്കായി മാറ്റി വെച്ച പണം ഉണ്ടാവും. ചുരുങ്ങിയതൊരു 3-4 ലക്ഷം ഉറുപ്പെങ്കിലും വരും. കേട്ടപ്പോ ഞാനൊന്ന് വിറച്ചു. സുധാകരന്റെ കല്യാണം കഴിഞ്ഞപ്പോ ചിന്നമ്മളും അമ്മയുടെ മുഖം ഒന്ന് തെളിഞ്ഞതായിരുന്നു. കാശ് പോയാലെന്താ, അത്രയും നല്ലൊരു അമ്മയെ കിട്ടിയില്ലേ അവക്ക്. അത് കരുതി സമാധാനിച്ചൂടെ? പെറ്റ തള്ള തന്നെ ഈ കാലത്ത് ആർക്കും വേണ്ട, പിന്നല്ലേ പെറാത്ത തള്ള. ഈ പങ്കപ്പാട് കാണുമ്പോ അതിന്റെ അകത്ത് എന്തായിരിക്കും സുധാകരൻ ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? മിക്കവാറും അവളുടെ കെട്ടിയോന്റെ 16 അടിയന്തരത്തിലുള്ള സദ്യയുടെ കുറിപ്പിടിയായിരിക്കും. പെട്ടി പെട്ടിന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹള. സമ്മതം ചോദിക്കാണ്ട് എങ്ങനെയാ അകത്ത് കിടക്കാന്ന് വിചാരിച്ചിട്ടാ. ഇനി അമ്മയുടെ മുറിയിലൂടെ നോക്കാനുള്ളൂ. അറിയാണ്ട് ആരെങ്കിലും അതിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടാവോ? എന്റെ മുറിയിലോ? ഒരു തരക്കേടുമില്ല മോളെ. അതിനകത്ത് തിരഞ്ഞ നിനക്ക് അങ്ങേയറ്റം സുധാകരൻ പണ്ടുകൊടുത്ത 5-6 പട്ടുകോണവും കിട്ടും. വേണമെങ്കിൽ പോയി എടുത്തോ.